മംഗളാദേവി ക്ഷേത്രത്തിലെ ചിത്രാപൗർണമി ഉത്സവത്തിന് തീർത്ഥാടകരെ കൊണ്ടുപോകുന്ന ജീപ്പുകളുടെ നിരക്ക് നിശ്ചയിച്ചു. ഒരാൾക്ക് ഒരു വർഷത്തേക്ക് 200 രൂപയാണ് നിരക്കായി നിശ്ചയിച്ചിരിക്കുന്നത്. ഭക്തരുമായി എത്തുന്ന വാഹനങ്ങളുടെ ഡ്രൈവർമാർക്ക് കുറഞ്ഞത് 3 വർഷത്തെ ഡ്രൈവിംഗ് പരിചയം മോട്ടോർ വാഹന വകുപ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. മെയ് മാസം 1-ാം തീയതിയാണ് ഉത്സവം. സ്വകാര്യ വാഹനങ്ങൾ പൂർണ്ണമായും ഇത്തവണ ഒഴിവാക്കിയിട്ടുണ്ട്. ടാക്സി ജീപ്പുകളിൽ മാത്രമാകും ഭക്തർക്ക് ക്ഷേത്രത്തിലേക്ക് പോകാൻ കഴിയുക. ഭക്തരെ മംഗളാദേവിയിൽ എത്തിക്കുന്ന വാഹനങ്ങൾ ആളുകളെ ഇറക്കിയ ഉടൻ മടങ്ങണം. മുൻവർഷങ്ങളിൽ സർക്കാരിന്റെ വിവിധ വകുപ്പുകളിൽ വാഹനങ്ങൾ ക്ഷേത്ര പരിസരത്ത് പാർക്ക് ചെയ്തിരുന്നു. എന്നാൽ ഇത്തവണ ഇതും കർശനമായി നിരോധിച്ചു. ഉദ്യോഗസ്ഥരെ വാഹനത്തിൽ എത്തിച്ച ഉടൻ മടങ്ങിപ്പോകണം. ഇവിടുത്തെ ക്രമീകരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ മാസം നമ്മൾ തേനി കളക്ടർ, അതുപോലെ തന്നെ നമ്മുടെ ഇടുക്കി കളക്ടർ എന്നിവർ ചേർന്ന് എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സും ചേർന്ന് നമുക്കൊരു മീറ്റിംഗ് നടത്തുകയുണ്ടായി. ആ മീറ്റിങ്ങിൽ നമ്മൾ ശക്തമായ കുറച്ച് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതായത് പ്രൈവറ്റ് വാഹനങ്ങളെ നമ്മൾ കയറ്റി വിടത്തില്ലെന്നും ടാക്സി വാഹനങ്ങൾക്ക് മാത്രമേ നമുക്ക് അതിനകത്ത് എൻട്രി ഉള്ളൂ എന്നും, അതുപോലെ തന്നെ മിനിമം 3 വർഷത്തെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസും കയറുന്ന ഓരോ വാഹനങ്ങളും പരിശോധിക്കുകയും ആ വാഹനത്തിന് ഫിറ്റ്നസ് ഉണ്ടോ എന്ന് നോക്കിയിട്ടുമാണ് നമ്മൾ ഈ നമുക്ക് പാസും അതുപോലെ തന്നെ എൻട്രി പാസും നമ്മൾ നൽകുന്നത്. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ തീരുമാനം വെച്ചത്. അതിൽ പ്രകാരം ഇന്നിവിടെ YMC ഹാൾ കുമ്പളി വെച്ചിട്ടൊരു മീറ്റിംഗ് നടത്തുകയുണ്ടായി. അതിൽ പോകുന്ന ഡ്രൈവർമാർക്ക് അത് വ്യക്തമായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സുരക്ഷയാണ്. നമ്മൾ എങ്ങനെ വണ്ടി ഓടിച്ച് പോകണം, എങ്ങനെ ഓടിച്ച് തിരിച്ചു വരണം, അതുപോലെ തന്നെ അവിടെ മുകളിൽ പാർക്കിംഗ് പാടില്ല എന്നുള്ളത്. അതുപോലെ തന്നെ വേറെ മീൻസ് ഗവൺമെന്റ് വണ്ടികൾ സാധാരണ ഒത്തിരി വരാറുണ്ട്. അതിന്റെ നമ്പേഴ്സ് നമ്മൾ വളരെയധികം ചുരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വാഹനങ്ങൾ മലമുകളിൽ പാർക്ക് ചെയ്ത സംഭവത്തിൽ ഇരു സംസ്ഥാനങ്ങളിലെ ഭക്തർ തമ്മിൽ ചെറിയ വാക്കേറ്റങ്ങൾ നടന്നിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പാർക്കിംഗ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇടുക്കി വിഷൻ, കുമളി.